ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് മുളകുപൊടി ചേർത്തുള്ള ലെമൺ പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുന്നതിന് 6 വലിയ ലെമണാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകിയെടുത്തതാണ്. ഇനി ആദ്യം ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഈ സ്റ്റീമറിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ലെമൺ വെക്കുകയാണ്. ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. ലെമൺ സ്റ്റീം ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് വരിയിൽ സ്റ്റൗ ഓഫ് ആക്കാം. നമുക്ക് ഇത് ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. സ്റ്റീമറിൽ നിന്നും ഇത് പാത്രത്തിലേക്ക് മാറ്റി തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് മുറിച്ച് എടുക്കാനായിട്ട്. ഇതുപോലെ സ്റ്റീം ചെയ്യുന്നതിന് പകരം 5 മിനിറ്റ് നേരം വെള്ളത്തിൽ തിളപ്പിക്കുകയോ അല്ലെങ്കിൽ നല്ലെണ്ണയിൽ വാട്ടിയെടുക്കുകയോ ചെയ്യാം. നാരങ്ങ സ്റ്റീം ചെയ്യുമ്പോൾ തൊലി പൊട്ടരുത്. അതുപോലെ നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം വേണം മുറിച്ചെടുക്കാനായിട്ട്. നാരങ്ങ മുറിക്കുന്നത് നാരങ്ങയുടെ വലിപ്പം അനുസരിച്ച് എത്ര കഷ്ണം വേണമെന്നൊരിക്കലും നിങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഈ നാര് പോലെയുള്ള ഭാഗം കളയുകയാണെങ്കിൽ നാരങ്ങയ്ക്ക് കയ്പ് അധികം കാണുകയില്ല. നാരങ്ങയിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് ഇളക്കി മാറ്റിവെക്കുകയാണ്. ഇതുപോലെ നാരങ്ങ സ്റ്റീം ചെയ്ത് ഉപ്പിട്ട് 1-2 ദിവസം വെച്ചാലും കുഴപ്പമില്ല. നമുക്കിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെന്ന് വരിയിൽ ഇതുപോലെയും ചെയ്യാം. നാരങ്ങയിൽ ഉപ്പ് ചേർത്തു. ഇതിനി ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചേരുവകൾ വഴറ്റിയെടുക്കുകയാണ്. അച്ചാർ ഉണ്ടാക്കുന്നതിന് സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് ഇഞ്ചി, ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ്. ഇതൊരു 10 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുളക് പൊടി ചേർക്കാൻ. ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല, കാരണം മുളക് പൊടി നല്ല എരിവുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അച്ചാറിന് വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി സ്വല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. അച്ചാറുണ്ടാക്കുമ്പോൾ ഇരുമ്പും അലൂമിനിയം ഉപയോഗിക്കരുത്. സ്റ്റീലോ അല്ലെങ്കിൽ മൺചട്ടിയാണെന്ന് വരിയിലും വളരെ നല്ലതാണ്. ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില, വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വഴന്നു. ഇനി ഞാനിതിലേക്ക് മുളക് പൊടി ഇടുന്നതിന് മുമ്പ് ഞാനൊന്ന് സ്റ്റൗ ഓഫാക്കി, കാരണം മുളക് പൊടി പെട്ടെന്ന് ഇടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയും സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് പയ്യെ വഴറ്റി എടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർക്കണം. ഈ എണ്ണയിൽ മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ട് വേണം നാരങ്ങയും ചേർക്കാൻ. മുളക് പൊടി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഒരു 1/4 കപ്പ് വിനീഗറാണ് ഒഴിക്കുന്നത്. വിനീഗർ ഒഴിച്ചൊന്ന് തിളച്ചു കഴിഞ്ഞിട്ട് നാരങ്ങ ചേർക്കണം. ഉപ്പിട്ട് വെച്ചത് കൊണ്ട് നാരങ്ങയുടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളം കൂടെ നമുക്കിതിൽ ചേർക്കാം. ഇനിയും നാരങ്ങ ചേർക്കുകയാണ്. നാരങ്ങ ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫാക്കുകയാണ്. ഇനിയുമാണ് ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർക്കുന്നത്. ഇനിയും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത്, ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി തണുത്തതിൻ്റെ ശേഷം വേണം കുപ്പിയിൽ ആക്കാൻ. ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഉപ്പ് കൂടുതൽ വേണമെന്ന് വരികിൽ ചേർക്കാം. അതുപോലെ തന്നെ പുളി കൂടുതലെന്ന് തോന്നിക്കുകയാണെന്ന് വരികിൽ ഇച്ചിരി പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് ബാലൻസ് ചെയ്യാം. എത്ര വിഭവങ്ങളോട് കൂടിയ സദ്യയാണെന്ന് ഒരിക്കലും പിക്കിളിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. രുചികരമായ പിക്കിൾ വീട്ടിലും ഉണ്ടാക്കാം. ഈ റെസിപ്പിയിൽ നിങ്ങളും ഉണ്ടാക്കുക.